ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഉത്രാടം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉത്രാട പാച്ചിലിനോടനുബന്ധിച്ച് നമ്മുടെ ലാസ്റ്റ് ഷോപ്പിംഗ് ആട്ടോ. അപ്പോൾ നമുക്ക് അത്തപ്പൂ ഇടാൻ വേണ്ടി തിരുവോണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടി പൂ മേടിക്കാൻ വേണ്ടി വന്നേക്കോട്ടോ. ഏകദേശം പൂവിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പൂവൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് വേണ്ട പൂവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂവൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഒരു ചായ കുടിക്കാനായിട്ട് പോയി കേട്ടോ. നമ്മുടെ ചേട്ടൻ ചെന്നപ്പോൾ ചായ കുടിക്കാനാണ് പോയത്. പക്ഷെ നമ്മൾ ചായ ഒന്നുമല്ല കുടിച്ച്, അത് വേറൊരു സത്യം. അങ്ങനെ നമ്മൾ ഒരു ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഏത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പം അൽഫാം, കുഴിമന്തി, ഫ്രൈഡ് ചിക്കൻ, അതുപോലെ തന്നെ ഷവായി, ഷവർമ്മ, അങ്ങനെ ഇഷ്ടം. ദോശ, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റം ദോശകൾ, പിന്നെ ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്കെല്ലാം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. നമുക്ക് എവിടെയാണോ എന്താണോ വേണ്ടത് നമുക്ക് അവിടെ പോയി ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെയാട്ടോ. നല്ലൊരു ആംബിയൻസും വൈബും ഒക്കെ, നൈറ്റ് ആകെ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, വൈബ് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഒന്നാമത് ഉത്രാടമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ചേച്ചി ഞാനൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയേക്കോട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷവർമ്മ, ചിക്കൻ ഷവർമ്മ ആട്ടോ. ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ കഴിക്കത്തില്ല. ചേട്ടൻ പിന്നെ ഞങ്ങളുടെ കൂടെ കഴിച്ചു, അത്രേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടി ഷെയർ ചെയ്തിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത ബോസ്റ്റർ ചിക്കനും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലെഗ് പീസ് തന്നെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് പോകും കേട്ടോ. നമ്മൾ പൂ മേടിക്കാനെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് നമ്മൾ കറങ്ങി തിരിഞ്ഞതേ ഓരോന്നും കഴിക്കാൻ വേണ്ടി കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഐസ്ക്രീം ഇരിക്കുന്നു. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു ഇതിപ്പോൾ നമുക്ക് എടുക്കുന്നതല്ല കേട്ടോ, ഇത് വേറെ ആർക്കും എടുക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് എടുക്കുന്നതാണ്. കാരണം ഇതാണ്, ഒന്ന് ബ്ലൂബെറി, ഒന്ന് വേറെ ഏതോ ആണ്. ബ്ലൂബെറി ഞാൻ ഓർഡർ ചെയ്തതാണ്, മറ്റേത് ചേച്ചി ഓർഡർ ചെയ്തത്. അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണ്ടൊരു വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഇനി വീട്ടിലോട്ട് പോയിട്ടാണ് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് പൂ സെറ്റാക്കി വെക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ സെറ്റാകണം. അത്തപ്പൂവിന് ഡിസൈൻ വരച്ച് വെക്കണം. നമുക്ക് രാവിലെ അങ്ങനെ സമയം കിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പം ഞങ്ങളോർത്തു എന്താ പറയുക, നമ്മുടെ ഈ വാടാമല്ലി, ഇതിനിവിടെ വാടാമല്ലി എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് സെറ്റാക്കി വെക്കാം. ഇതാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. നമുക്ക് ഒരുക്കാനും കുറച്ച് പാടുള്ള സാധനം ഇതാണ്. ബാക്കിയൊക്കെ നമുക്കിങ്ങനെ കണ്ടിച്ച് നുറുക്കിയിടാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇത് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ ഒരുക്കി വെച്ചാലും ചീത്തയായി പോകുമല്ലോ. എന്നാൽ പിന്നെ അത് തച്ചിലിരുന്ന് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി എന്നിട്ട് ഫുഡ് എഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിസൈൻ ഇടാൻ തീരുമാനിച്ചു കേട്ടോ. ഡിസൈൻ ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പമായല്ലോ. അപ്പോൾ ഡിസൈൻ ഏകദേശം ഒരു 10-11 മണി ആയപ്പോൾ അതും സെറ്റായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉത്രാട വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തിരുവോണത്തിന് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.